ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് സിനിമ കാണാൻ പോയ വ്യക്തികളെ അത്ഭുതപ്പെടുത്തിയ ഒരു അഭിനേത്രിയാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. അവരിവിടെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പ്ലീസ് വെൽക്കം ദി സെൻസേഷണൽ ബിപാഷ ബസു. How's it going? Scared, nervous? I'm going to sit down. Thank you. ബിപാഷ ബസു വന്നിരിക്കുന്ന ഈ പ്രത്യേക എപ്പിസോഡിൽ ഞങ്ങൾ ജഡ്ജിയായി വിളിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ, തിങ്കർ. ഇദ്ദേഹത്തിന് ബിപാഷ ബാസുവിനെ വളരെ നന്നായിട്ട് അറിയാം. പ്ലീസ് വെൽക്കം മഹേഷ് ഭട്ട്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ജഡ്ജിയായ മഹേഷ് ഭട്ടിനോട് അതിനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. ആപ്കി അദാലത്തിൽ ബിപാഷ ബാസുവിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബസുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ ചെറുപ്പക്കാരെ വഷളാക്കുന്നു എന്നുള്ളതാണ്. ബിപാഷ, കഴിഞ്ഞ 11 വർഷമായിട്ട് എല്ലാവരും നിങ്ങളെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ പറയാം, പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാരും വഷളാക്കുന്നത്? ഞാൻ സോറി പറഞ്ഞ എല്ലാ പ്രശ്നവും തീരത്തില്ലേ? അതെ മേഡം, ഞങ്ങൾ ഇനിയും വഷളാവാൻ ആഗ്രഹിക്കുന്നേ. കണ്ടോ, ഈ ജനറേഷൻ വഷളാവാനാ ഇഷ്ടം. ഇതിനെപ്പറ്റി എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ, ബീഡി കത്തിച്ചത് കൊണ്ടാണ് എനിക്ക് നിറയെ ലാഭം കിട്ടിയത്. അത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രമല്ല ലാഭം ഉണ്ടായത്, ലോകം മുഴുവൻ തന്നെ ആ പാട്ട് നല്ലോണം ഹിറ്റായെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിർമ്മിക്കുന്നവർക്ക് പ്രയോജനപ്രദമാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇല്ല, ബീഡി ഞാൻ ആന്റി സ്മോക്കിംഗ് ആണ്. അത് മാത്രല്ല, എനിക്ക് സ്മോക്ക് ചെയ്യുന്നവരെ ഇഷ്ടമല്ല. എല്ലാരോടും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ. സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാണ്. ബീഡി, സിഗരറ്റ് ഇതൊന്നും തൊടാൻ പാടില്ല. നിക്കോട്ടിന്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ല. ഞാൻ ഇതിനെല്ലാത്തിനും എതിരായിട്ടുള്ള ഒരാളാ. ആരും തൊടാൻ പാടില്ല. ജസ്റ്റ് പാട്ടിന് ഡാൻസ് കളിക്കാൻ മാത്രം കൊള്ളാം. ശരി, നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നാലും സ്ക്രീനിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ മായ ജാദു ഹേ, നശാ ഹേ, തുജ്കോ ഭുലാ കെ ജാഊംഗാ. അത് ആക്ച്വലി എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അതായത് ആ പാട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ 20 നൈറ്റ് ഷൂട്ടാണ് ചെയ്തത്. അതിനുശേഷം പൂജ പറഞ്ഞു നമുക്ക് സോങ് ഷൂട്ട് ചെയ്യാന്ന്. ഡേ ടൈമിൽ, അതായത് പോണ്ടിച്ചേരിയിൽ 50 ഡിഗ്രീസിൽ ഭയങ്കര ഹോട്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് ഷൂട്ടിൽ എന്താ നടന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെന്ന് വെച്ചാല് ടെമ്പറേച്ചർ ഹോട്ടായിരുന്നു, ഞാനും ഹോട്ടായിരുന്നു, പിന്നെ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് അവൻ ആ സമയത്ത് ഭയങ്കര ഹോട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു ഡയറക്ടർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ബിപാഷ ബാസു എവിടേക്ക് പോകുന്നോ അവിടുത്തെ ടെമ്പറേച്ചർ തന്നെ മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്താ ആൻസർ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും പണിഷ്മെന്റ് തന്നേക്ക്. പണിഷ്മെന്റ് ജഡ്ജി തരും, ബട്ട് സാർ തരും. ബട്ട് സാർ, അതിനുശേഷം താങ്കൾ ഒരു പാട്ട് പാടി. അതായത് परवाने शमा जलाएं जल जाए न बिपाशा, आज तुझे सिखा दूं प्यार की भाषा. നോക്കാ, എനിക്ക് പ്രണയം എന്താന്ന് നല്ലോണം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാ ഈ പാട്ട് എന്റെ പേരിൽ എഴുതിയത്. അതായത് നല്ല പ്രണയത്തിന്റെ വരികളില്. നിങ്ങള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും ലവിങ്, നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാ. നിങ്ങൾക്കറിയോ, എനിക്ക് ഇപ്പൊ തന്നെ
നല്ല പ്രണയത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ കഴിയും. I love you guys. Thank you. താങ്കളുടെ പാട്ട് पड़ गई मैं पूरी तरह सुन हो गई मैं टुन. ഇതൊക്കെ ലിറിസിസ്റ്റ് ആണ് ഈ പാട്ടെല്ലാം എഴുതുന്നത്. ഞാൻ ജസ്റ്റ് ലിപ്സിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭയങ്കര ഇന്നസെന്റാ. പിന്നെ ഇത് അബ്ബാസ് മുസ്താന്റെ ഫിലിമായിരുന്നു. അദ്ദേഹം എന്റെ ഫേവറേറ്റ് ഡയറക്ടറെ, പൊരഞ്ഞെന്റെ ഫസ്റ്റ് ഡയറക്ടറാ. അദ്ദേഹത്തിനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഞാൻ പാട്ട് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം പറയും ആ സെറ്റിലേക്ക് വാ, വന്നിട്ട് പാടുന്ന്, അതായത് ലിപ്സിംഗ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞത് താങ്കൾ ഈ പാട്ട് പാടിയിട്ട് ചിക്ലി ചമ്മലിക്ക് ഒരു ടഫ് കൊടുക്കണമെന്നാണ്. അത് സത്യമാണോ? ഐ തിങ്ക് ചിക്നി ചമേലിയിൽ ഐ ഹാവ് സർപ്പാസ്ഡ് എവറിഥിങ്. അത് എവിടോട്ടോ പോയി എത്തിച്ചേർന്നു. ഞാനും ആ പാട്ടിന് വേണ്ടി ഒരുപാട് കളിച്ചതാ. പക്ഷേ ചിക്നി ചമേലിയൊന്നും ഓവർടേക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷേ ഈ കാര്യം സത്യമല്ലേ? താങ്കൾ ഏത് രീതിയിലുള്ള പാട്ട് പാടിയാലും ശരി, അതായത് താങ്കളുടെ ആക്ടിംഗ് ആണെങ്കിലും ശരി, താങ്കൾ പറയുന്ന ഡയലോഗ് ആണെങ്കിലും ശരി, ചെറുപ്പക്കാരെ അത് വഷളാക്കുകയല്ലേ? എന്താ നിങ്ങളെല്ലാരും വഷളായോ? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. താങ്കളുടെ ജിസം സിനിമയുടെ ഡയലോഗ്, ഞാൻ ആ ഡയലോഗ് പറയാം. ये जिस्म प्यार नहीं जानता. जानता है तो भूख, सिर्फ जिस्म की भूख. അതായത് അത് പിന്നെ ബിപാഷ ബാസു അല്ല കേട്ടോ, അത് സോണിയ എന്നൊരു ക്യാരക്ടറാ. ആ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫിലിമില് അതായത് ഞാൻ ഫീൽഡിങ് ചെയ്തത്. ഞാൻ ഭട്ട് സാറിൻ്റെ അടുത്തും പൂജയുടെ അടുത്തും പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ചെയ്തേ പറ്റൂന്ന്, എന്നെ ഈ പടത്തിലേക്ക് എടുത്തേക്കെന്നാ പറഞ്ഞേ. അതായത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ആക്ട്രസ് ഒന്നും അത്രയ്ക്ക് ബോൾഡ് അല്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു അഡൽട്ട് ഫിലിം ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് ഒരു ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊരു സാധാരണ പെണ്ണല്ല. ഷി വാസ് ഡിസപ്റ്റഡ്. ഷി വോണ്ടഡ് ടു ലവ് ആൻഡ് ഷി വോണ്ടഡ് ടു ഗെറ്റ് വാട്ട് ഷി വാണ്ട്. അതുകൊണ്ട് എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, ഹിന്ദി പടത്തിലെ ഹീറോയിൻ എപ്പോഴും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് പടത്തിലെല്ലാം. എനിക്ക് ആ ഇമേജ് ഒന്ന് നല്ലോണം ചേഞ്ച് ചെയ്യണമെന്നാണ് തോന്നിയത്. അത് മാത്രമല്ല, ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്കതൊരു ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ചില കാര്യങ്ങൾ താങ്കൾ ഒരിക്കലും മാറ്റില്ല. ജിസം സിനിമയിൽ താങ്കളുടെ കിസ്സിംഗ് സീൻ എല്ലാവരും കണ്ടതാണ്. റാസ് 3-ല് വളരെ ദൈർഘ്യമുള്ള ഒരു കിസ്സിംഗ് സീനായിരുന്നു സീരിയൽ കിസറിനോടൊപ്പം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കിസ്സിങ് ഓൺ സ്ക്രീൻ വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിസിമിൽ ഞാൻ അതിനെക്കുറിച്ച് അധികം ആലോചിച്ചില്ല, ബിക്കോസ് അതെന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഹെസിറ്റേഷനും ഇല്ലായിരുന്നു. പക്ഷെ അതിനെ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ ഓ മൈ ഗോഡ് ഇത് എന്താന്ന് തോന്നി. സോ അതിന് ശേഷം പിന്നീട് ഒരു ഓൺ സ്ക്രീൻ കിസ് ഉണ്ടായിരുന്നു രൺബീറിന്റെ കൂടെ. അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു ഇത് ക്യാൻസൽ തന്നെ ചെയ്യണമെന്ന്. പക്ഷെ ആദിത്യ ചോപ്ര ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ല. അതൊരു ഓക്വേർഡ് മൂമെന്റ് എന്നും കൂടെ പറയാം. ആൻഡ് ഫൈനലി ഇറ്റ് ലുക്ക് നൈസ് ഓൺ ദി സ്ക്രീൻ. പിന്നെ അത് ഇമ്രാൻ ഹാഷ്മിയുടെ കൂടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോടിപ്പോൾ സത്യം പറയാം, ഇമ്രാൻ ഹാഷ്മിയുടെ കാര്യമായപ്പോൾ ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാൽ അയാളൊരു സീരിയൽ കിസറാണ്. ഒരുപക്ഷെ ഞാൻ ഭട്ട് സാറിൻ്റെ അടുത്ത് പോയി പറയുകയാണ് ഐ ഡോണ്ട് വോണ്ട് ടു കിസ് ഹിം, ഗെറ്റ് ദ കിസ് ഔട്ട്. എനിക്ക് തോന്നി ആൾക്കാർ എന്നെ പിടിച്ചു നിർത്തി അടിക്കുമെന്ന്. സോ ഐ കാൺ ഡിസപ്പോയിന്റ് ദ ഓഡിയൻസ്. ദിസ് ദ ഫസ്റ്റ് ടൈം ഐ ഡിഡ് നോട്ട് ടെൽ ദ മേക്കേഴ്സ് ദാറ്റ് പ്ലീസ് ടേക്ക് ദ കിസ് ഔട്ട്. ഐ സെഡ് പ്ലീസ് കീപ് ദ കിസ്. ഞാൻ കിസ് ചെയ്യാന്ന് പറഞ്ഞേ. അത് നെവർ എൻഡിങ് ആയി പോയി. അങ്ങനെയൊന്നും അല്ല, നെവർ എൻഡിങ് ഒന്നും അല്ല. സീനിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരുന്നു. ആ സീനാണോ അതോ ആ കിസ്സിംഗ് ആണോ ലെങ്തി ആയത്? പ്രോബ്ലം ഈസ് കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു അത്. അത് ഭയങ്കര കഷ്ടമായിരുന്നു, ഭയങ്കര കഷ്ടം. ഒരുപാട് തവണ ഞാൻ ഡയലോഗ്സ് തന്നെ മറന്നുപോയി. അതുപോലെ തന്നെ മാധവനോടൊപ്പം അഭിനയിക്കുന്ന സമയത്തും ആ കിസ്സിംഗ് സീനിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ചെറിയ കിസ്സായിരുന്നു, പക്ഷെ ഭയങ്കര വലിയ പ്രോബ്ലം ആയി. അത് എന്താന്ന് വെച്ചാൽ ഹീസ് മൈ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിന്റെ കൂടെ പെട്ടെന്ന് കിസ് ചെയ്യേണ്ടി വന്നത് അത് കാരണം ഞാനൊരു ചെറുതായിട്ട് ഷാമ്പയിൻ കുടിച്ചിരുന്നു അന്ന്. അതെ കുടിച്ചിരുന്നു, പക്ഷെ ജനറലി കുടിക്കാറില്ല. എനിക്ക് ആൽക്കഹോൾ ഇഷ്ടമേ അല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാവുന്നേ? ചില രഹസ്യങ്ങളൊക്കെ എനിക്കും അറിയാം. ആണോ? അത് പിന്നെ എന്താന്ന് വെച്ചാൽ എന്റെ മെമ്മറി ഭയങ്കര മോശമാണ്. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, അതാ പ്രോബ്ലം. എന്ത് ചെയ്യാനാ, ഞാൻ എല്ലാം മറന്നു പോവും. ഓക്കെ, ആവശ്യമുള്ളപ്പോഴൊക്കെ താങ്കൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകും. ഇല്ല, എപ്പോഴും അങ്ങനെയില്ല. ഇല്ല, അതായത് എൻ്റെ ഓർമ്മ വന്നിട്ടൊരു 3 മാസം ലാസ്റ്റ് ചെയ്യും, അതാ എനിക്കറിയുന്നത്. ചില സമയം ഒരു 3 days മാത്രം ഓർമ്മ വരും. പക്ഷേ ഒരേ രീതിയിലുള്ള റോളുകൾ താങ്കൾക്ക് മാത്രം എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് ഒരേ റോളുകൾ ചെയ്യുന്നത്?
എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നടുക്ക് വരുന്ന ഒരു മൂന്നാമത്തെ ക്യാരക്ടറായിട്ട് താങ്കൾ ഒരു തവണ അങ്ങനെ താങ്കൾ സെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മർഡർ ചെയ്യുന്നുണ്ട്. ടു പ്ലേ ദീസ് കൈൻഡ് ഓഫ് ഡാർക്ക് റോൾസ് എനിക്കിത് വളരെ ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ പെണ്ണ് തന്നെയാ. എന്റെ ലൈഫും വളരെ ബേസിക് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ ഫേമസ് ആണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയാ നിങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. സോ ടു ലീവ് ദ ലൈഫ് ഓഫ് സംബഡി എൽസ് വിച്ച് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം മൈൻ എക്സൈറ്റ്സ് മീ. താങ്കൾ വീട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. താങ്കളോട് താങ്കൾ അഭിനയിച്ച സിനിമയെക്കുറിച്ചാണ് ഇതുവരെ ചോദിച്ചത്. വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കണ്ടോളൂ. കാണൂ. ബട്ട് സർ ദാ ഇത് നോക്കൂ. ഞാൻ റെസ്റ്റ് ഓ, എടുക്കാണ്. ഇത് റെസ്റ്റ് എടുക്കുന്ന പോലാണോ ഉള്ളത്? Relax. റെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ റെസ്റ്റ് എടുക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. സിനിമകളിൽ ഇതുപോലത്തെ റോളുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു മാഗസിന്റെ കവറിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതായത് കംഫർട്ട് സോൺ എന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. പ്രയോറിറ്റീസും മാറും. അതായത് ഇതിൽ ഒരു കാര്യം പറഞ്ഞേ മതിയാവൂ. ആ സമയത്ത് അദ്ദേഹം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മള് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. ഇത് നന്നായിട്ടുണ്ടല്ലോ, വളരെ ഭംഗിയില്ലേ അത് കാണാൻ. എനിക്ക് അതാണ് വളരെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ റിയൽ ലൈഫിലും ഇതൊക്കെ വെറും ഫോട്ടോ മാത്രമോ? ഞാൻ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോടൊപ്പം. അതായത് ഞാൻ മീഡിയയ്ക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഞാനിപ്പോ ഇവിടെ ആപ്കെ അദാലത്തിൽ വന്നതുകൊണ്ട് പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും സംസാരിക്കാം. ഞാൻ റൊണാൾഡോ ഒരു വലിയൊരു ഫാനായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോഴും ഫാനാണ്. ഞാൻ നേരിൽ കാണുമെന്ന് ആഗ്രഹിച്ചു. എല്ലാവരും അത് എന്നെയല്ലേ വിചാരിക്കുക. അതായത് എന്റെ ജേഴ്സിയിൽ അദ്ദേഹം സൈൻ ചെയ്യണമെന്ന്. ആൻഡ് ലൈക്ക് ആൻ എക്സൈറ്റഡ് ഗേൾ. എനിക്ക് പോർച്ചുഗലിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ഹോസ്റ്റ് ചെയ്യായിരുന്നു ബെങ്കിൻസി ഹിൽറി വാങ്സിന്റെ കൂടെ. അപ്പോഴാ എനിക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടി. അതായത് അദ്ദേഹത്തിന്റെ കൂടെ സംസാരിക്കാനുള്ള ഒരു ചെറിയ അവസരം. അതിനുശേഷം ഒരു ചെറിയ പാർട്ടിയിൽ അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. പിന്നെ റൊണാൾഡോ കാണാൻ ഭയങ്കര ഹൈറ്റാണ്. ഞങ്ങളവിടെ ഡിസ്കോയ്ക്ക് പോയപ്പോൾ അവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവിടെ പാപ്പരാസികളൊന്നും അലോഡല്ല. അതുമാത്രമല്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് കുനിഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഫോൺ ക്യാമറസ് ഉണ്ട്. ഞാൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷെ അദ്ദേഹം കിസ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ ഫോട്ടോസൊക്കെ പുറത്തു വന്നില്ല? കിസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോസ് മാത്രം എന്താ വരുന്നത്? സോ ഇതുപോലുള്ള ഡോക്ടർഡ് ഫോട്ടോസ്, അതും ഡോക്ടർഡും അല്ല, ജസ്റ്റ് ഒരു ആംഗിൾ മാത്രം. ഈവൻ ഞാൻ ആ ഫോട്ടോ നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞത്, ഐ തിങ്ക് ബിപാഷയെ നോക്കുമ്പോ സൺ ടാബ്ലോയിഡിൽ ബിപാഷയുടെ ഫോട്ടോ വന്നല്ലോ, അതങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലില്ല, എനിക്ക് കാണണമെന്നില്ല. ആക്ച്വലി അത് എൻ്റെ ലൈഫിലൊരു എംബാരസിങ് മൊമെന്റ് ആണ്. അതായത് ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആ സമയത്ത് റിലേഷൻഷിപ്പിലും ആയിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ആണിനെ ചതിക്കുന്ന ഒരു പെണ്ണൊന്നും അല്ല ഞാൻ. ഈ കാര്യം എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ മുഴുവനായിട്ട് അയാളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ മുഴുവനായിട്ട് എന്നെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തേനെ. ബിപാഷ, താങ്കൾ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് താങ്കളെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കുറ്റാരോപണം ഇതോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിപാഷ ബാസുവിനോടാണ്. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് കിസ്സിംഗ് സീനൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്റിമേറ്റ് സീൻ വളരെ ഈസി ആയിട്ട് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നു. അതെ, എന്താ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റിമേറ്റ് സീനില് മേലെ നോക്കാം, അങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം, അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ ബിപാഷ ബാസു ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബാസുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ തന്റെ സെക്സ് അപ്പീലിൽ വെറിയോടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കേട്ടത് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ഒരാളെ മാത്രമാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അവരുടെ പേരാകട്ടെ വിഭാഷ. ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത്. ഈ ഒരു മനസ്സറിവ് എനിക്ക് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്.
അത് മാത്രമല്ല ഞാനൊരു ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട്, ബേബി ലവ് യുവർ സെൽഫ്. ആക്ച്വലി അത് വെച്ച് ഞാൻ ജനങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അതായത് അവരവരെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. താങ്കളുടെ സെക്സ് അപ്പീലിൽ ഇംപ്രസ്ഡും ആണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ മരിക്കുന്നവരെയും സെക്സി ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞാനൊരു സെക്സി ഗ്രാൻഡ് മദർ ആയിരിക്കണം. അതായത് ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, ഡോണ്ട് മെസ് വിത്ത് മീ, ഐ ആം എ സെക്സി ഗ്രാൻഡ് മദർ. ഓക്കെ, സോ ഇതാണ് എൻ്റെ തിങ്കിങ്. അതായത് എനിക്ക് തോന്നുന്നത് എപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സെക്സ് അപ്പീൽ ഉണ്ടാവണം ടു ബി അട്രാക്റ്റീവ്. എന്ന് വെച്ച് അതിൻ്റെ അർത്ഥം ഇതൊന്നും അല്ല. അതായത് പിക്ചർ പെർഫെക്റ്റ് ഫേസ്, വെരി സെക്സി ബോഡി, പേഴ്സണാലിറ്റി സെക്സി ആയിട്ടിരുന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ സെക്സ് അപ്പീൽ എന്ന് പറയുന്നത് ആരെ കൊണ്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. യു ഹാവ് ടു ബി ബോൺ വിത്ത് ഇറ്റ്. ഒരു പക്ഷേ ഞാൻ എൻ്റെ സെക്സ് അപ്പീൽ ഫിലിം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്സി എന്ന് പറയുന്നത് വളരെ അബ്യൂസീവ് ടേമായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത്, അതായത് എല്ലാ ജേർണലിസ്റ്റും എന്നോട് ഒന്ന് ചോദിക്കും, നിങ്ങളെ സെക്സി എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്. സോ ഐ യൂസ് ടു തിങ്ക് ദാറ്റ് എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്കെല്ലാം എന്താ അത് കേട്ടിട്ട് വെറുപ്പ് തോന്നിയെന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് സെക്സി ആയിട്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് മാത്രമല്ല, ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യും, എന്നെ നന്നായിട്ട് ഞാൻ തന്നെ നോക്കും, നല്ല ഭക്ഷണം മാത്രം കഴിക്കും. കാരണം നമുക്ക് ഒരേ ഒരു ലൈഫ് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, മനുഷ്യന് ഈ ഒരു ശരീരം അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. ഒരു പക്ഷെ നമ്മുടെ കൂടെ ഈ ശരീരം ഇല്ലെങ്കിൽ നമ്മുടെ തലച്ചോറും വർക്ക് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തില്, നിങ്ങളുടെ ഹെൽത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ താങ്കൾ വഴിമാറി യാത്ര ചെയ്തു. അതായത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു ജേർണലിസ്റ്റ് താങ്കളെ വിളിച്ചു എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതിലൊരു ടാബ്ലോഡ് പറഞ്ഞെന്ന് വെച്ചാൽ ബിപാഷ ബിക്കംസ് ഫാറ്റ്, അതും ബോൾഡ് ലെറ്റേഴ്സില്. പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കാണാൻ നല്ല ക്യൂട്ടായിട്ടാണല്ലോ ഉള്ളതെന്ന്. ഞാൻ എപ്പോഴാ ഫാറ്റ് ആയെന്ന് തോന്നും. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ബിസിനസ് ഡിലൂഷണലാണ്. അതായത് നിങ്ങൾ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ഡെയിലി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ആ സമയത്ത് നമുക്ക് മുന്നേ നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ആ സമയത്ത് ഒരു 23-24 കാണും എൻ്റെ ഏജ് തന്നെ. ആ സമയത്ത് എല്ലാവരും എന്നെ ഫാറ്റ് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ വളരെ സക്സസ്ഫുൾ ആണ്, എനിക്ക് നിറയെ വർക്കുണ്ട്, കാണാൻ നല്ല സുന്ദരിയാണ്, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഹാർഷ് റിയാലിറ്റി നമുക്ക് ചില സമയത്ത് ആവശ്യമാണ്. അതായത് നമ്മുടെ കറന്റ് സറൗണ്ടിങ്സ് അതുണ്ടാവൂലേ, അത് നമ്മളെ ചില സമയത്ത് ഡിലൂഷനിലാക്കും, അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ. സോ ഐ തിങ്ക് ഐ റിക്വയർഡ് ദാറ്റ്. സ്ലാപ്പ് ഓൺ മൈ ഫേസ്. ശരി, എങ്ങനെയോ ഒന്ന് ഗുണ്ടായിപ്പോയി, ഇനി നമ്മൾ തന്നെ നോക്കണം. ബിക്കോസ് ഫിലിം ഇൻഡസ്ട്രി ഈസ് എ വിഷ്വൽ മീഡിയ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ തന്നെ നോക്കണം. അത്രേ ഉള്ളൂ. 2 പടത്തിൽ ബിക്കിനി ധരിക്കാൻ വേണ്ടി താങ്കൾ ശരീരം വീണ്ടും കുറച്ചിരിക്കുകയാണ്. അതെ, എനിക്ക് 1 വർഷം തന്നായിരുന്നു ആദിത്യ ചോപ്ര. എന്തെന്നാലും അദ്ദേഹം പറഞ്ഞായിരുന്നു, നിങ്ങൾ റിയോ പോയിട്ട് അവിടെ ബിക്കിനി ഇട്ടിട്ട് സർഫിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഐ സെഡ്, എന്നെക്കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറ്റും? ഞാൻ ഭയങ്കര തടിച്ചായിട്ടേ ഉള്ളത്, ഐ കാൺ വെയർ ബിക്കിനി ഓൺ സ്ക്രീൻ. അദ്ദേഹം പറഞ്ഞു അതിനുവേണ്ടി 1 ഇയർ തരാൻ. അദ്ദേഹം ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്തത്. അതായത് ഞാൻ വിചാരിക്കുന്ന മൈ റൊമാൻസ് വിത്ത് ഫിറ്റ്നസ് സ്റ്റാർട്ടഡ് വിത്ത് നോയിൻട്രി, ആൻഡ് അതിനുശേഷം നോക്കിയാൽ ധൂം 2. അതിനുശേഷം ഐ തിങ്ക് ഐ എം ജസ്റ്റ് മോർ ആൻഡ് മോർ അവെയർ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. ഇതിനു മുന്നേ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫിറ്റായിട്ടിരിക്കണം. അതിനുശേഷം പോകെ അതൊരു പാഷനായി മാറി. ഫിറ്റായിട്ടിരിക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഐ ഡിസഗ്രി വിത്ത് യു. എന്നെ സംബന്ധിച്ച് നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ബോഡി ഉണ്ടെങ്കിൽ യു ആർ കോൺഫിഡൻറ്റ്. ആരും നിങ്ങളുടെ തലയിൽ വന്ന് തോക്ക് പിടിച്ച് നിർബന്ധിക്കുന്നില്ല ഷോ ഇറ്റ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് ബിക്കിനി ഇട്ടിട്ട് ഓൺ സ്ക്രീനിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ഡോണ്ട് സീ എ പ്രോബ്ലം. അതായത് ഞാനിപ്പോൾ ഗോവ പോവുകയാണെങ്കിലോ മയാമി പോവുകയാണെങ്കിലോ ബിക്കിനി ഇടാറുണ്ട്. ഐ എം എ ബീച്ച് ബോം. ഐ ലവ് ടു ബി ഇൻ ബീച്ച്. അതായത് ഞാനിപ്പോൾ റിയൽ ലൈഫിൽ ബിക്കിനി ഇടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഓൺ സ്ക്രീനിൽ അത് ഇടാതെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ താങ്കൾ എപ്പോഴൊക്കെ വേറെ രീതിയിലുള്ള ക്യാരക്ടറുകൾ ട്രൈ ചെയ്തോ? അതായത് ഈ സെക്സ് അപ്പീലൊക്കെ ഇല്ലാത്തതുപോലെ ആക്രോഷ് എന്നുള്ള സിനിമ, ലംഹ കാശ്മീരിനെ കുറിച്ചുള്ള സിനിമ, ആക്രോഷ് ബീഹാറിനെ കുറിച്ചുള്ള കഥയാണ്. ആ സിനിമകളൊന്നും ശരിക്കും ഓടിയില്ല. അതുകൊണ്ടൊരു സെറ്റ് ബാക്ക്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ഉറപ്പായിട്ടും തോന്നി. അതായത് ഒരു ആക്ടറിന് എന്താ തോന്നിയെന്ന് വെച്ചാൽ എന്ത് റോളായിരുന്നാലും അവർക്ക് ചെയ്യാൻ പറ്റണം, ആൻഡ് ഓണസ്റ്റ്ലി അത് പെർഫോം ചെയ്യാൻ പറ്റണം. ലംഹ ഫിലിം കണ്ടവരെല്ലാം എന്നെ നല്ലവണ്ണം പുകഴ്ത്തിയായിരുന്നു.
എസ്പെഷ്യലി ക്രിട്ടിക്സിൽ എന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാ. ഞാൻ ഏതൊക്കെ പടമാണോ ചെയ്തത് മീഡിയ എപ്പോഴും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏത് വർക്കായിരുന്നാലും. എൻ്റെ ഓഡിയൻസ്, അതായത് ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയണം, ഓഡിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടുന്നത് വളരെ കഷ്ടമാണ്. അതൊരു ആക്ട്രസിന്. ഞാൻ ഒരുപാട് നല്ലത് ഇനിയും ചെയ്യണമെങ്കിൽ അതിനെല്ലാം കാരണം ഓഡിയൻസ് ആണ്. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവിടെയുള്ളവരുടെ സ്നേഹത്തിൽ നിന്ന്. അതിനുശേഷം താങ്കൾ പല മാറ്റങ്ങളും വരുത്തി. പക്ഷേ ഇമ്രാൻ ഹാഷ്മിയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. നോക്ക്, എനിക്കെന്താ കണ്ണുണ്ടൂടെ? എല്ലാ ഹീറോസും ചെറുതാ. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇമ്രാൻ ചെറുതാണെന്ന് തോന്നിയത് എന്താന്ന് എനിക്കറിയില്ല. ഇപ്പൊ രാത്രിയിൽ ഇമ്രാനോടൊപ്പം അഭിനയിക്കുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? വളരെ ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഇമ്രാൻ നല്ലൊരു ആക്ടറാണ്. ആ സീരിയൽ കിസർ എന്ന് പറയുന്ന ഒരു ടാഗ് അതൊരു ഹിസ്റ്ററി മാത്രമാണ്. ബട്ട് ബിയോണ്ട് ദാറ്റ് എന്നെ സംബന്ധിച്ച് ഇമ്രാൻ ഹാഷ്മി യു നോ ദാറ്റ് ഹി ജസ്റ്റ് ഗ്രോൺ ആസ് ആൻ ആക്ടർ. അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഞാൻ പകുതി ഉണ്ടായിരുന്നുള്ളൂ. ഫുട്പാത്തില് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചേ. ഞങ്ങൾ രണ്ടുപേരും ബ്രദർ സിസ്റ്ററായിട്ട് അഭിനയിച്ചത് കൊണ്ടാ ഫുട്പാത്തിൽ പടം ഓടാത്തതെന്നാ പറയാറ്. ആക്ച്വലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ട്രെമൻഡസ് ടാലന്റ് ഉണ്ട്. അദ്ദേഹത്തിന് വളരെ കഴിവുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു താങ്കൾക്ക് ഈ കിസ്സിംഗ് സീനൊക്കെ അഭിനയിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്റിമേറ്റ് സീൻ അഭിനയിക്കുന്നത് വളരെ ഈസി ആണെന്നും പറഞ്ഞു. അതെ, എന്താ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇന്റിമേറ്റ് സീനില്. മേലെ നോക്കുക, അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ബിപാഷ, കുറ്റാരോപണത്തിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ബിപാഷയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഫിലിം സ്റ്റാർ ബിപാഷ ബാഷുവാണ്. ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബാഷുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ വളരെ വലിയ കുസൃതിക്കാരിയാണ് എന്നുള്ളതാണ്. ബിപാഷ, താങ്കൾ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ ലേഡി റൗഡി എന്നാണ് വിളിക്കുന്നതെന്ന് കേട്ടു. നിങ്ങളെക്കാളും മുതിർന്ന കുട്ടികളെ ഇട്ട് അടിക്കുമെന്ന് കേട്ടു. അതെ, കറക്റ്റാ. പിന്നെ ഒരു പ്രാവശ്യം എൻക്വയറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആക്ടിങ് ചെയ്തെന്ന് കേട്ടു. അതെ അതെ, കറക്റ്റാ. പക്ഷേ എനിക്ക് അപ്പം അറിയില്ലായിരുന്നു ഞാൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമെന്ന്. എന്തെന്നാ, ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ആ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത്, എനിക്ക് സെക്കൻഡ് റാങ്ക് വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതായത് ഞാൻ എൻ്റെ മാത്സ് എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരേ ഒരു റിവാർഡ് മാത്രം ഞാൻ മിസ് ചെയ്യും, ഞാൻ കുറച്ച് ആക്ട് ചെയ്യാം. ഞാനിങ്ങനെ മയങ്ങി വീഴുന്ന പോലെ അഭിനയിച്ചു. അതായത് ഞാനിങ്ങനെ റൈറ്റ് സൈഡ് വെച്ചിട്ട് അതേപോലെ അങ്ങ് മയങ്ങി വീണു. അപ്പോൾ എൻ്റെ അമ്മ വന്നു, ആൻറ്റി വന്നു, അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ല. എല്ലാവരും എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ആൻഡ് ദേ സ്ട്രെയിറ്റ് ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, അപ്പോൾ അവർ പറഞ്ഞു ഇവൾക്ക് ഇപ്പോൾ തന്നെ അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ പിന്നെ അപ്പം തന്നെ കരയാൻ തുടങ്ങി. ഇല്ല അച്ഛൻ ഇവിടെയൊന്നും ഇല്ല, വേണ്ട വേണ്ടാന്ന്, എനിക്ക് വയറുവേദനയൊന്നുമില്ല, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എക്സാം എഴുതാം. ദേ ഡിഡ്ന്റ് ലിസൺ ടു മീ, ദേ ഓപ്പറേറ്റഡ് മീ ദാറ്റ് ഡേ. സോ എനിക്ക് ഇത്ര വലിയൊരു മാർക്കുണ്ട് എൻ്റെ വയറ്റിൽ. സോ ആ മാർക്ക് ഞാൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഹൊറിബിൾ. അതിനുശേഷം ഞാൻ എല്ലാ എക്സാംസും മിസ് ചെയ്തു. പിന്നെ എനിക്ക് സൂചി കാണുമ്പോൾ പേടിയാ. അതുമാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞു, എനിക്ക് പിന്നെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 15 ദിവസത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ ഈ കാര്യം ഞാൻ ഒരു 2-3 വർഷം മുന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയുടെ പറഞ്ഞത്. അവർ വിശ്വസിച്ചതേയില്ല. അത്രയും വലിയൊരു കള്ളാ പറഞ്ഞത്. നിങ്ങൾ എത്ര വലിയ ആക്ട്രസ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതെ, സോളിഡ് ആക്ട്രസ് മീൻ സ്ട്രെയിറ്റ് ഓപ്പറേഷൻ. ആ സമയത്ത് ഇതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങളുടെ അമ്മ ശരിക്കും ഷോക്കായി എന്ന് കേട്ടു. ഒരു 15 വയസ്സുള്ളപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഉള്ളതാണ്. എനിക്കിപ്പോൾ ശരിക്കും ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര ഡ്രമാറ്റിക്കാണ്. ഫിലിമിലെ അമ്മമാരെ പോലെയാ. നമ്മുടെ കിരൺ ഖേറില്ലേ, ഏകദേശം അതുപോലെ തന്നെയാ, പക്ഷെ ബംഗാളി സ്റ്റൈല്. ഞാൻ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ ഐ ഫോളൻ ഇൻ ലവ്. ആക്ച്വലി അമ്മ നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ മയങ്ങി വീഴുന്ന പോലെ ഒരു ഡ്രാമ ഒക്കെ കാണിച്ചു.
ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ നാടകമൊന്നും വേണ്ട, എനിക്ക് 2 സൽവാർ സെറ്റ് വേണം. എന്തെന്നാ ആ സമയത്ത് ഞാൻ ഷോർട്സ് മാത്രം ഇട്ടോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് 2 സൽവാർ സെറ്റ് വേണം. എന്തെന്ന് വെച്ചാൽ അവൻ മാർവാടിയാണ്. പിന്നെ അവന്റെ വീട്ടുകാർക്ക് ഇഷ്ടം ഞാൻ സൽവാർ കുർത്ത ഇടുന്നതാണ്. പിന്നെ ഇന്ന് മുതൽ ഞാൻ വെജിറ്റേറിയനാ. അതിനു മുന്നേ ഞാൻ നോൺ വെജ് എന്ന ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ പോലും അത് കഴിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാ. അത് മാത്രമല്ല, ഞാൻ ഇന്ന് മുതൽ വെജിറ്റേറിയൻ ആണ്. സൽവാർ കുർത്ത മാത്രമേ ഇടത്തുള്ളൂ. കല്യാണം കഴിക്കണേ അവനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ മൈ പുവർ മദർ ഹാഡ് നോ ചോയ്സ്. എനിക്ക് അമ്മ സൽവാർ കുർത്ത തച്ച് തന്നു. ആൻഡ് സോ സി ഐ എം എ ലവിങ് ഗേൾ. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പ്രണയത്തിലാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ഡീപ്പായിട്ട് അതിലിറങ്ങും. പക്ഷെ അത് ഒരുപാട് നാൾ പോയില്ല. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെയിലേക്ക് വന്നു. താങ്കൾ എത്രത്തോളം ലവിങ് ആണെന്ന് വെച്ചാൽ താങ്കളുടെ അമ്മ ബോണി ഹിറ്റ്ലർ എന്നാണ് താങ്കളെ വിളിക്കുന്നത്. ഹിറ്റ്ലറാണ്. ഇപ്പോഴും എന്നെ കണ്ട പേടിക്കുന്നുണ്ട്. യു നോ മൈ മദർ ഈസ് ലിറ്റിൽ ബിറ്റ് സ്കേർഡ് ഓഫ് മീ. എന്തെന്നാൽ അവർക്കറിയാം ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ വന്ന ഉടനെ തന്നെ അത് പോകും. അതായത് എന്റെ ദേഷ്യത്തിന് ഒരു കൺട്രോൾ ഇല്ല. ഒരു വിധത്തിൽ പറഞ്ഞതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ദേഷ്യ. പക്ഷേ ഇത്രത്തോളം ടഫായ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്ന നിങ്ങൾക്ക് പ്രേതം എന്ന് വെച്ചാൽ പേടിയാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യം ഭയങ്കരമായിട്ടുണ്ട്. പ്രേതം, ഇരുട്ട്, ഒറ്റയ്ക്കിരിക്കുന്നത്, എനിക്കിതെല്ലാം ഭയങ്കര പേടിയാ കുഞ്ഞുനാള് മുതലേ. എന്റെ അമ്മയച്ഛനും കുഞ്ഞുനാള് മുതലേ ഒരുപാട് പേടിപ്പിച്ചെന്ന് തോന്നുന്നു. അതായത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ചെറിയ കാലം മുതലേ. അതുപോലെ ഈ കാര്യം സത്യമാണോ? ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കരയുമെന്നും കേട്ടു. അതെ, ഒരുപാട് അലറി വിളിച്ച് കരയും ഞാൻ. അതായത് ഞാൻ 2-3 ദിവസത്തേക്ക് റൂം വിട്ട് പുറത്തേക്ക് വരാറില്ല. കാര്യം ഞങ്ങൾ തീർക്കും. പക്ഷെ 3 ദിവസത്തിന് ശേഷം നോ ടേണിംഗ് ബാക്ക്. ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. സൊല്യൂഷൻ എന്താന്ന് നോക്കി മുന്നോട്ട് പോകണം. പക്ഷേ ആ 3 ദിവസം ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ബിപാഷ ബാസുവിനോട് ഇനിയും പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മിണ്ടാതെ അവിടെ കിടക്കുമായിരുന്നു. I'm in trouble. താങ്കളൊന്നും ചെയ്തില്ല. പക്ഷേ ജോൺ എബ്രഹാം എന്തോ ചെയ്തു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ ബിപാഷ ബാസു. സെൻസേഷണൽ ബിപാഷ ബാസുവിന്റെ മേൽ ജനങ്ങൾ കുറ്റാരോപണം എന്തൊക്കെ ചുമത്തുന്നു? ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബാസുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ കോൺട്രവേഴ്സീസ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. 17ാമത്തെ വയസ്സിൽ താങ്കൾ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ചെയ്തു. അത് എത്രത്തോളം കോൺട്രവേഴ്സി ആയെന്ന് വെച്ചാൽ താങ്കളുടെ വീടിന്റെ മുന്നിൽ നിന്ന് സ്ത്രീകൾ സമരം ചെയ്തു. അതെ, അത് ഓർമ്മയുണ്ടല്ലോ, മറന്നില്ലല്ലോ അല്ലേ? അതെ, ഇപ്പൊ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഐ തിങ്ക് കലിയുടെ ക്യാമ്പയിൻ, അതിന്റെ കാര്യമല്ലേ പറയുന്നത്. സംഭവിച്ചത്? ഞാനന്ന് ചെറുതാ. ഞാനും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾ സമ്മതിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് എ ലോഞ്ചറി ക്യാമ്പയിൻ ദാറ്റ് ഐ ഡൺ വിത്ത് ഡിനോ. അതായത് ആദ്യത്തെ പോസ്റ്റർ ശരിക്കും ബാൻ ചെയ്തു. ബിക്കോസ് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഡിനോ ആണ് എന്തോ ചെയ്തിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൻഡ് ഇറ്റ് ഗോട്ട്, അതായത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് വാസ് എ വെരി സാഡ് തിങ്. പ്രഭുദത്ത ഗുപ്ത ആണ് ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഹി ജസ്റ്റ് പാസ്ഡ് അവേ. ഇന്ത്യയിൽ തന്നെ മികച്ചൊരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. ഒരു വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കപ്പിളിന്റെ ഇൻ ബാഡ്. ആൻഡ് ഇറ്റ് വാസ് ബാഡ്. ആദ്യം താങ്കൾ പറഞ്ഞത് താങ്കളൊന്നും ചെയ്തില്ല, ഡിനോ ആണ് എല്ലാം ചെയ്തതെന്ന്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മിണ്ടാതെ അവിടെ കിടക്കുമായിരുന്നു. I'm in trouble. പിന്നെ ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊന്നും ചെയ്തില്ല, ജോൺ എബ്രഹാം ചെയ്തു. ഇല്ല, ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെന്ന്, ഞാൻ ഇച്ചിരി വലിയ ആളായിരുന്നു. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് പീപ്പിൾ. ഫോർ ജിസം, റൈറ്റ്? നിങ്ങൾ യഥാർത്ഥത്തിൽ എനിക്കിപ്പോ എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്റെ കൈ തന്നെ നല്ല കോൾഡായി. എന്നെ കറക്റ്റ് ഉത്തരം കിട്ടുമെന്നും അറിയില്ല. ജോൺ എബ്രഹാം ആപ്കി അദാലത്തിൽ വന്നപ്പോൾ താങ്കളെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഞാനന്ന് ഡൽഹിയിലാ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞെന്ന് താങ്കൾ ഞാൻ കേട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലാ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഷോ നടത്തുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം അദ്ദേഹം ഒന്നൊന്നായിട്ട് ഞങ്ങളോട് പറഞ്ഞു. മനുഷ്യനായ ഓർമ്മ ഉണ്ടായിരിക്കണം.
ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഫ്യൂച്ചറിൽ മാഡവും ജോണും ചേർന്ന് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നമില്ല. അദ്ദേഹം വരുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നോക്കുവാണെങ്കിൽ ഒരു സിവിലൈസ്ഡ് മാനറിൽ ഒരു ഗ്രോൺ അപ്പ് ഹ്യൂമൻസ് എന്ന രീതിയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കും. താങ്കൾ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴുള്ള യുവതലമുറ. ഇല്ല, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലൂസറിനെ പോലെയാണെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ആ ജേർണലിസ്റ്റ് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരുപാട് ഹോട്ട് മാൻ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിന് ഞാൻ ഓൾ ആർ ലൂസേഴ്സ് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ തമാശയ്ക്കാ പറഞ്ഞത്, അതിലൊരു സീരിയസ്നെസ്സും ഇല്ല. അതിന് ടൈറ്റിൽ എന്താ വന്നതെന്ന് അറിയാവോ? ഓൾ മെൻ ആർ ലൂസേഴ്സ്. അതിന് ഞാനൊരു ആൻസർ കൊടുക്കുന്ന രീതിയിൽ ഒരു ട്വീറ്റ് ചെയ്തു, ഐ ലവ് മാൻ. ആൻഡ് ഇറ്റ്സ് ട്രൂ, ഐ ലവ് മാൻ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരുപാട് പേരും എനിക്ക് മെയിൽ ഫ്രണ്ട്സാ ഉള്ളത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ. ഐ റിയലി ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് മെൻ ആർ ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഏതായിരുന്നു? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഒരുപാട് പാസ്റ്റും പോയി റീവിസിറ്റ് ചെയ്തു. അതായത് ഞാൻ ഒരുപാട് കാലം മുന്നേ മറന്നുപോയ കാര്യങ്ങൾ. ആൻഡ് ഐ തിങ്ക് മൈ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ് അറ്റ് ദിസ് പോയിന്റ് ഐ വുഡ് സേ ഇസ് ഫ്രം ദ ടൈം ഐ ഹാഡ് എ ബ്രേക്കപ്പ്. അതെ, അത് തന്നെയാ. നമ്മൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഗ്രാൻഡഡ് ആണെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മറ്റു ആൾക്കാരുടെ ഡിപ്പെൻഡ് ചെയ്താണ് ലൈഫിൽ പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ, സോ ഐ തിങ്ക് യു വിൽ ബി എ ബെറ്റർ ഗിവർ ഇൻ യുവർ ലൈഫ്. അതിനുശേഷം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. അതായത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. ജോളിയായിട്ട് എപ്പോഴും എൻജോയ് ചെയ്യുന്ന പെൺകുട്ടിയാ. സോ എൻ്റെ ഉള്ളിൽ നല്ലൊരു മെച്യൂരിറ്റി വന്നു കഴിഞ്ഞു. അതിന് മുന്നേ എൻ്റെ ലൈഫിൽ ഒരുപാട് ഫാൻറ്റസീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് ജീവിക്കാൻ ആരംഭിച്ചത്. മേഡത്തിന്റെ പേടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാർക്ക്നെസ്, കുട്ടിക്കാലം മുതൽക്കേ പ്രേതത്തിനെയൊക്കെ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റാസും രാസ്ത്രിയും എങ്ങനെ ചെയ്തു? എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഈ പേടി ഞാൻ ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിച്ച് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ എൻ്റെ പേടിയെ ഞാൻ മറികടക്കാൻ തീരുമാനിച്ചു. എന്നെ കണ്ടാൽ പേടി തൊണ്ടിയാണ് തോന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അത് മാത്രമല്ല, ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങളെ കണ്ട് എനിക്ക് പേടിയുണ്ടോ അതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നോക്കുക. ആൻഡ് ഞാൻ എങ്ങനെയെങ്കിലും എന്നെ വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കാൻ നോക്കുക. എനിക്കറിയില്ല, ഞാൻ ഇവിടെയുള്ള എല്ലാ പെൺപിള്ളേരോടും പറയുകയാണ്, അതായത് എല്ലാവരോടും പറയുക, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പോയി ഫേസ് ചെയ്യണം. അത് കണ്ടിട്ട് തിരിഞ്ഞോടാൻ പാടില്ല. പല്ലിന്ന് വെച്ചാ പേടിയാണോ? അയ്യോ, എനിക്ക് പേടിയാണ്. ഇപ്പൊ അതൊന്നും കാണിക്കല്ലേ പ്ലീസ്, വേണ്ട. അല്ല, താങ്കൾ എന്തൊക്കെ പേടിക്കുന്നു അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിടിച്ചോണ്ട് ഇവിടെ വെച്ച് എനിക്ക് അത്രയും സ്പീഡിന് ഓടാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റ സെക്കൻഡ് കാണാതെ ആവും. എനിക്ക് പല്ലിന്ന് വെച്ചാൽ അത്രയ്ക്ക് പേടിയാ. ഞാനൊരു ഷോ കണ്ടായിരുന്നു. അതൊരു ഗെയിം ഷോയാ. ഒരു വലിയ ചാനലിലാണ് കാണിക്കുന്നത്. അവിടെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, അതായത് മാംഗോ ജ്യൂസ്. എന്നിട്ട് വലിയ വലിയ പല്ലുകളൊക്കെ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സും അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഫെലോ മോഡൽസ് ലൈക്ക് നേത്ര ആൻഡ് യാന ഗുപ്ത. അതായത് അവരുടെ ഇവിടെ മുഖത്ത് എല്ലായിടത്തും ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പം മരിച്ചേനെ. എനിക്ക് അങ്ങനത്തെ ഒരു പണത്തിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ആവശ്യമില്ല. എന്റെ മുഖത്തിലൊരു പല്ലി എടുത്തിടുന്നത് ഞാനൊന്നും ചിന്തിക്കുമല്ലോ ഇല്ല. I can't do that. വിഭാഷ, താങ്കളോട് ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. പല രഹസ്യങ്ങളും താങ്കൾ ഇവിടെ പറഞ്ഞു. എല്ലാത്തിനും താങ്കൾ വളരെ കൃത്യമായിട്ട്, വളരെ ബോൾഡായിട്ട് ഉത്തരം പറയുകയും ചെയ്തു. ഇനി അടുത്തതായി ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ മഹേഷ് ഭട്ട് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് പറയും. നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് വിചാരണ നടത്തിയത് ബിപാഷ ബാസുവിനോടാണ്. അവർ അഭിനയിച്ച പുതിയ സിനിമകളെക്കുറിച്ച് നമ്മൾ ചോദിച്ചു. അവരുടെ പേടിയെക്കുറിച്ചും നമ്മൾ ചോദിച്ചറിഞ്ഞു. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. കുട്ടിക്കാലത്തെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. ബിപാഷ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മനോഹരമായി സത്യസന്ധമായി ഉത്തരം നൽകി. ഇനി ആപ്കെ അദാലത്തിൽ
ഇന്നത്തെ ജഡ്ജിയായ പ്രൊഡ്യൂസർ ഡയറക്ടർ മഹേഷ് ഭട്ടിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരിൽ ആഘാതമുണ്ടാക്കാം. ബിപാസ തന്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. മുഴുവൻ ഇന്ത്യയും നിങ്ങൾക്ക് മുന്നിൽ നമസ്കരിക്കും. നിങ്ങളൊരു ലീഡറായ സ്ത്രീയാണ്. ഈ യുവതലമുറ ഉറപ്പായും നിങ്ങൾക്ക് മുന്നിൽ നമസ്കരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരുപാട് നിബന്ധനകളോടെ ജീവിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ത്യാഗങ്ങളോടുകൂടി ജീവിച്ചതാണ്. അത് നിങ്ങളെ ഒരു പുതിയ ജീവിതയാത്ര തുടങ്ങുവാനുള്ള ഒരു നല്ല സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങളെ കണ്ടുമുട്ടിയത് എൻ്റെ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഇന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ശരിക്കും വളരെ അഭിമാനം തോന്നുകയാണ്. Oh, Bhatta. ഓ, ഞാനിപ്പോ കരയാൻ തുടങ്ങും കേട്ടോ. ഭട്ട് പക്ഷേ സാറിനോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? ഞാനൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെണ്ണാ. ആൻഡ് ഭട്ട് സാർ എന്നെ ഇത്രയും പുകഴ്ത്തി പറഞ്ഞല്ലോ, അത് കേൾക്കുമ്പോ Thank you. വിഭാഷയ്ക്ക് ഇതുപോലെ ധാരാളം കോംപ്ലിമെന്റ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കണം. ഇതുപോലെ കണ്ണിൽ നിന്നും സന്തോഷ കണ്ണീർ വന്നുകൊണ്ടേയിരിക്കണം. ഇനിയും സക്സസ്ഫുൾ ആകണം, എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, എപ്പോഴും സ്റ്റാർ ആയിരിക്കണം, ധാരാളം പടങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ജനങ്ങളുടെ സപ്പോർട്ട് താങ്കൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.